സുഭാഷിതം. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിൽ 2 സ്ത്രീകളെ പരാമർശിച്ചെഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. 1-ാം വാക്യത്തിൽ ജ്ഞാനമായവളെക്കുറിച്ചും 13-ാം വാക്യത്തിൽ ഭോഷത്വമായവളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ജ്ഞാനത്തിന്റെ വ്യക്തിത്വത്തെയും 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഭോഷത്വത്തിന്റെ വ്യക്തിത്വത്തെയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവിക ജ്ഞാനവും ലൗകിക വിഡ്ഢിത്തവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് 9-ാം അധ്യായത്തിൽ എടുത്തു കാണിച്ചിരിക്കുന്നത്. സദൃശവാക്യങ്ങളിലെ അടിസ്ഥാന സത്യവും ഇത് തന്നെയാകുന്നു. ആരംഭം കുറിച്ച വാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ദൈവത്തെ നിഷേധിക്കുന്നത് ഭോഷന്റെ വഴിയാകുന്നു. ജ്ഞാനം എന്നത് അറിവിന്റെ ശേഖരണം മാത്രമല്ല, ദൈവത്തിന്റെ സത്യത്തെ അറിയാനും ജീവിക്കാനും ആഗ്രഹിക്കുന്ന നാം ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ ജീവിതമാകുന്നു. ഏതു മനുഷ്യനും ഇതിലെ ഒരു ജീവിതം തിരഞ്ഞെടുത്തേ മതിയാകുകയുള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്. ഈ 9-ാം അധ്യായത്തിൽ ജ്ഞാനമായവളും ഭോഷത്വമായവളും തങ്ങളുടെ വഴികൾ പിന്തുടരാൻ ആളുകളെ തങ്ങളിലേക്ക് വിളിക്കുകയാകുന്നു ചെയ്യുന്നത്. ജ്ഞാനമായവളെ കുറിച്ച് 3-4 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് അവൾ തന്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത് അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന്. ഭോഷത്വമായവളും വിളിക്കുകയാണ്. 14-15 വാക്യങ്ങളിൽ തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ എന്നെഴുതിയിരിക്കുന്നു. ജ്ഞാനമായവളും ഭോഷത്വമായവളും വിരുന്നുകൾ ഒരുക്കിയിട്ടുണ്ട്. 2 പേരും അവരവരുടെ ഭക്ഷണത്തിനായി ക്ഷണിക്കുന്നു. 6-ാം വാക്യത്തിൽ ജ്ഞാനമായവൾ പറയുന്നത് ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. forsake foolishness and live and go in the way of understanding. വിവേകമാർഗം എന്താണെന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഭോഷത്വമായവൾ പറയുന്നത് 17-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എന്നാൽ അതിന്റെ അവസാനം എന്താകുമെന്ന് 18-ാം വാക്യത്തിലുണ്ട്. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ജ്ഞാനവും ഭോഷത്വവും മനുഷ്യനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. നാം ആരുടെ വിളിയാണ് സ്വീകരിക്കുന്നത്? അത് അവരവർ തീരുമാനിക്കേണ്ട കാര്യം. ദൈവമായുള്ള ബന്ധത്തിലൂടെ നാം ജ്ഞാനികളാകുമ്പോൾ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. അതായത് നാം നിത്യജീവനിലേക്ക് നയിക്കപ്പെടുമെന്നർത്ഥം. ഭോഷത്വം മരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഭോഷത്വം ഉപേക്ഷിച്ച് ജ്ഞാനിയായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.